ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സിലബസിനകത്ത് ദഹി അല്ലെങ്കിൽ കേട്, പിന്നെ അതുപോലെ തന്നെ യോഗട്ട്, ഈ സാധനങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ എന്താണ്? ഡയറി പ്രൊഡക്ട്സ് ആണ് അല്ലേ, മിൽക്ക് പ്രൊഡക്ട്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫെർമെൻറ്റഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നാണ് നമ്മളിതിനെ അറിയപ്പെടുക. എന്താണ് അറിയപ്പെടുക? ഫെർമെൻറ്റഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്ന് അറിയപ്പെടും. അപ്പോൾ ഫെർമെൻറ്റഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫെർമെൻറ്റേഷൻ ഓഫ് മിൽക്ക്. ഇറ്റ് ഈസ് ദ മിൽക്ക് പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ഫെർമെൻറ്റേഷൻ ഓഫ് മിൽക്ക്. ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്നുള്ള ആ പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ഫെർമെൻറ്റഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റോ മെറ്റീരിയലിലേക്ക് നമ്മൾ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസത്തിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? pH അവിടെ ലോ ആവുന്നു. എന്നിട്ട് കിട്ടുന്നുള്ള, ചിലപ്പോൾ കൊയാഗുലേഷൻ വഴിയാവാം, അല്ലെങ്കിൽ വിത്തൗട്ട് കൊയാഗുലേഷൻ ആവാം. എന്നിട്ട് കിട്ടുന്നുള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മിൽക്ക് പ്രൊഡക്ട്സ് എന്ന് പറയുക. ഉദാഹരണത്തിന് നമ്മൾ ദഹി അല്ലെ, നമ്മുടെ തൈര്, അതുപോലെ തന്നെ യോഗട്ട്, ഇത് ഏകദേശം ഒരുപോലെയുള്ള രണ്ട് കോമ്പൗണ്ട്സ് ആണ്, പ്രൊഡക്ട്സ് ആണ് ദഹിയും യോഗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്താണ്? നമ്മുടെ റോ മിൽക്കിലേക്ക് നമ്മൾ ഒരു ഇനോക്കുലം അല്ലെ, ഒരു പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ ആഡ് ചെയ്യുന്നു, സ്റ്റാർട്ടർ കൾച്ചർ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫെർമെൻറ്റേഷൻ നടക്കുന്നു, അവിടെ pH കുറയുന്നു, നമുക്ക് തൈര് കിട്ടുന്നു അല്ലേ, കേട് അല്ലെങ്കിൽ യോഗട്ട് നമുക്കവിടെ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഫെർമെൻറ്റഡ് മിൽക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. അപ്പോൾ എപ്പോഴും ഒരു ഫെർമെൻറ്റഡ് മിൽക്ക് പ്രൊഡക്റ്റിനകത്ത് ആ മിൽക്ക് പ്രോട്ടീൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 2.9% ആയിരിക്കണം. എന്താണ്? ഒരു മിൽക്ക് പ്രോട്ടീൻ ഈ ഫെർമെൻറ്റഡ് മിൽക്ക് പ്രൊഡക്റ്റ്, ഏതൊരു ഫെർമെൻറ്റഡ് മിൽക്ക് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിനകത്ത് മിൽക്ക് പ്രോട്ടീൻ 2.9% ആയിരിക്കണം. അതുപോലെ തന്നെ ടൈട്രേറ്റബിൾ അസിഡിറ്റി എന്ന് പറയുന്നുള്ള ഒരു സാധനം കൂടി ഉണ്ട്, അതുകൂടി നോക്കി വെച്ചോ. ടൈട്രേറ്റബിൾ അസിഡിറ്റി എത്രയായിരിക്കണം? 0.45% ആയിരിക്കണം. അപ്പോൾ 0.45% ആണ് ടൈട്രേറ്റബിൾ അസിഡിറ്റി. പ്രോട്ടീൻ കണ്ടൻറ്റ് എത്രയായിരിക്കണം? എന്താണ്? 2.9% ആയിരിക്കണം. ഇത്രയാണ് ഫെർമെൻറ്റഡ് പ്രൊഡക്ട്സിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാനുള്ളത്. നമുക്കിനി ഡെയിലി 1-2 പ്രൊഡക്ട്സ് ഇതുപോലെ പഠിച്ചാലേ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് മാത്രമേ ഇനി നമ്മുടെ സബ്ജക്റ്റ് സിലബസിനകത്തുള്ളൂ ബാക്കിയായിട്ട്. അപ്പോൾ ദഹി എന്ന പേര് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം എന്താണ്? മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്നുള്ള കേട്. നമ്മൾ കേട് തന്നെ ഓർത്താൽ മതി. കേടാണ് ദഹി എന്ന പേരിൽ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ FSSAI എന്താണെന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ, കേട് എന്ന പേരിൽ ഇപ്പോൾ നമ്മൾ FSSAI പ്രകാരം കേട് എന്ന് പറഞ്ഞാൽ തൈരല്ല. കേട് എന്താണ്? ഞാൻ പിന്നീട് നമ്മൾ പനീറിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ദഹി എന്ന പേരിലാണ് കേടിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ കേടെന്ന് അറിയപ്പെട്ടിരുന്നു, പക്ഷേ ഇപ്പം നമ്മളതിനറിയുന്നത് ദഹി എന്ന് പറയുന്ന പേരിലാണ്. അപ്പോൾ ഈ ദഹി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹീറ്റഡ് മിൽക്ക് എടുക്കുന്നു അല്ലേ, ഹീറ്റഡ് അല്ലെങ്കിൽ ട്രീറ്റഡ് ആയിട്ടുള്ള മിൽക്ക് എടുക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ആഡ് ചെയ്യുന്നു. അതായത് മൈക്രോ ഓർഗാനിസം ആയിരിക്കും ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആയിരിക്കും, അതായത് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയനായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റാർട്ടർ കൾച്ചർ എന്ന ഫോമിലായിരിക്കും ഇതിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ചെയ്ത മിൽക്ക് എടുത്തു, അതിനകത്തേക്ക് നമ്മൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയനെ സ്റ്റാർട്ടർ കൾച്ചറിൻ്റെ ഫോമിൽ ആഡ് ചെയ്തു. ആ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്താവും? ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അതവിടെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ, നല്ലോണം മൾട്ടിപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ നല്ലോണം ഗ്രോ ചെയ്യും. എന്നിട്ട് എന്തുണ്ടാക്കും? ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കും. അതുപോലെ തന്നെ എന്തുകൂടെ ഉണ്ടാക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. ആ മിൽക്കിനകത്ത് എന്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്? ലാക്ടോസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ആ ലാക്ടോസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ലാക്റ്റിക് ആസിഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടാക്കുന്നു. അതാണ് ഫെർമെൻറ്റേഷൻ നടക്കുന്നത്, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഹീറ്റഡ് മിൽക്ക് എടുത്തു, അതിനകത്തേക്ക് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ആഡ് ചെയ്തു. എന്ത് ഫോമിലാണ് ആഡ് ചെയ്തത്? FSSAI അല്ല, ഏതായിരുന്നു? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ നമ്മൾ സ്റ്റാർട്ടർ കൾച്ചറിൻ്റെ ഫോമിലാണ് ആഡ് ചെയ്തത്. അങ്ങനെ അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? നമ്മുടെ മിൽക്കിനകത്തുള്ള മിൽക്ക് ഷുഗർ ആയിട്ടുള്ള ലാക്ടോസ്, ആ ലാക്ടോസിനെ നമ്മൾ ലാക്റ്റിക് ആസിഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറ്റുന്നു. അങ്ങനെ അവിടെ എന്ത് നടക്കുന്നു? ഫെർമെൻറ്റേഷൻ നടക്കുന്നു. പിന്നെ നമ്മുടെ മിൽക്കിനകത്ത് ചെറിയ തോതിൽ എന്തുണ്ട്? സിട്രിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. സിട്രിക് ആസിഡ് ഉണ്ടാവും. ആ സിട്രിക് ആസിഡിനെ ചില ബാക്ടീരിയ എന്താക്കി മാറ്റും? ഡൈ അസറ്റൈലാക്കി മാറ്റും. എന്താണ്? ഡൈ അസറ്റൈലാക്കി മാറ്റും. ഇതൊരു ക്വസ്റ്റ്യൻ PYQ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ദഹിക്കൊരു ഫ്ലേവർ കൊടുക്കുന്നുള്ളത്. സോ ദഹിക്ക് ഫ്ലേവർ കൊടുക്കുന്നുള്ളത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൈ അസറ്റൈലാണ്. ഈ ഡൈ അസറ്റൈൽ എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിട്രിക് ആസിഡിൽ നിന്നാണ്. ഈ ഡൈ അസറ്റൈലിൻ്റെ കോൺസെൻട്രേഷൻ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരുപാട് സിട്രിക് ആസിഡൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. 0.04 ഒക്കെയാണ് നമ്മൾ പറയാം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ആ സിട്രിക് ആസിഡിൻ്റെ നമ്മുടെ മിൽക്കിനകത്തുള്ള സിട്രിക് ആസിഡ് ഡൈ അസറ്റൈലായിട്ട് മാറുന്നു. ആരാണത്? ചില ബാക്ടീരിയാസ് അത് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ ദഹിക്കൊരു ഫ്ലേവർ കൊടുക്കുന്നുള്ളത്. നമ്മൾ യോഗട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മളിവിടെ ഇപ്പോൾ ദഹീനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ദഹി ക്ലിയർ ആയതിനു ശേഷം യോഗട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഇത്രയും മനസ്സിലായല്ലോ.
അപ്പോൾ എന്താണെന്ന് പറയുന്നത് നമ്മൾ ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ദഹി എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീറ്റഡ് മിൽക്കിലേക്ക് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ആഡ് ചെയ്തപ്പോൾ അത് എന്തായി ലാക്ടോസും ലാക്റ്റിക് ആസിഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. അതിനകത്തുള്ള സിട്രിക് ഡയസെറ്റൈലായിട്ട് മാറുന്നു. അതാണ് ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മളിപ്പോൾ മിൽക്കിനകത്ത് എത്രത്തോളം വാട്ടർ ഉണ്ട്, എത്രത്തോളം ഫാറ്റ് ഉണ്ട്, എത്രത്തോളം സോളിഡ് നോട്ട് ഫാറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. ആ മിൽക്കിൻ്റെ അതേ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് ദഹിയിലും വരേണ്ടത്. മിൽക്കിനകത്തുള്ള അതേ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് ഇതിനകത്തും വരേണ്ടത്. മിൽക്കിനകത്തുള്ള അതേ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് ദഹിയിനകത്തും വരുന്നത്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അവിടെ അതേ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഫ്ലോ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ആദ്യം മിൽക്ക് റിസീവ് ചെയ്യുന്നു. എന്താണ് റിസീവിങ് മിൽക്കിനെ നമ്മൾ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് അതിനൊന്ന് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും അല്ലേ, പ്രീ ഹീറ്റ് ചെയ്യും. ഒന്ന് ഹീറ്റ് ചെയ്യും. ഒരു 35 to 40 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഹീറ്റ് ചെയ്യും. അത് വലിയ കാര്യമായിട്ട് വരുന്നില്ല. പിന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ, മിൽക്ക് മാർക്കറ്റ് മിൽക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫിൽറ്റർ ചെയ്യും. അതിനുശേഷം നമ്മളെന്താണ് സ്റ്റാൻഡേർഡൈസേഷനാണ്. ആ സ്റ്റാൻഡേർഡൈസേഷൻ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്താണ് ഹോമോജിനൈസേഷനാണ്. അപ്പോൾ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡൈസേഷനാണ്. അതിനുശേഷം ഹോമോജിനൈസേഷൻ വരും. ഈ ഹോമോജിനൈസേഷന് മുന്നേ ആയിട്ട് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ സ്റ്റാൻഡേർഡൈസേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞില്ലേ, ഫാറ്റ് എത്രയായിരിക്കണം, ഫാറ്റ് എന്ന് പറയുന്നത് ഒരു 0 to 5% വരാം. സോളിഡ് നോട്ട് ഫാറ്റ് ഒരു 11 to 13% വരാം. കോമ്പോസിഷൻ ഓഫ് മിൽക്കിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെയും വരിക. 0 to 5% ഫാറ്റ് വരും, 11 to 13% സോളിഡ് നോട്ട് ഫാറ്റ് വരും. എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് ഒരു 60 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു 35 to 40 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു ഹീറ്റ് ചെയ്തത്. പിന്നീട് നമ്മൾ 60 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളതിനെ ഹോമോജിനൈസ് ചെയ്യുന്നു. ഈ ഹോമോജിനൈസേഷനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ മാർക്കറ്റ് മിൽക്കിൻ്റെ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. ഈ ഹോമോജിനൈസേഷൻ കഴിഞ്ഞിട്ടും നമ്മളൊരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അത് 90 ഡിഗ്രി സെൽഷ്യസിലാണ്. ഒരു 10 മിനിറ്റൊക്കെ വെക്കും. ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഹോമോജിനൈസേഷന് ശേഷമുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനോക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് സമയത്ത് എന്ത് സംഭവിക്കണം, അതിനകത്തുള്ള എല്ലാ ആ മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള വേണ്ടാതിലുള്ള എല്ലാ മൈക്രോ ഓർഗാനിസം അവിടെ കില്ല് ആയിട്ടുണ്ടാകണം. അതിൻ്റെ കില്ലിങ്ങാണ് ആ ഹീറ്റിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അതിനെ നമ്മളൊന്ന് തണുപ്പിക്കും, കൂൾ ചെയ്യും. കൂളിങ്ങിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ടർ കൾച്ചർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. സ്റ്റാർട്ടർ കൾച്ചർ നമ്മൾ ആഡ് ചെയ്യും. ഈ കൂളിംഗ് എന്ന് പറയുമ്പോൾ ഒരു 35 to 37 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരണം. കാരണം എന്താണ്, നമ്മുടെ മീസോഫിലിക് ബാക്ടീരിയനെയാണ് നമ്മൾ സ്റ്റാർട്ടർ കൾച്ചറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 90 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ ബാക്ടീരിയനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സത്തുപോകില്ലേ. അപ്പോൾ അവർക്ക് അതിനകത്ത് പണിയെടുക്കാൻ പറ്റുമില്ല. അപ്പോൾ നമുക്ക് അവരെ ആവശ്യമാണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മിൽക്കിനെ കൂൾ ചെയ്തിട്ട് 35 to 37 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ സ്റ്റാർട്ടർ കൾച്ചർ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഹീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ ഇനി അങ്ങോട്ട് പറയുമ്പോൾ മനസ്സിലാവും. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും നമ്മളവിടെ കില്ല് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ദഹീൻ്റെ കേടെന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ദഹി എന്ന് പറയുന്നത് നമ്മുടെ തൈരിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറും അതുപോലെ തന്നെ കറക്റ്റ് ഒരു തിക്ക് അപ്പിയറൻസ് ഒക്കെ വരണമെങ്കിൽ ഈ ഹീറ്റിംഗ് അവിടെ കറക്റ്റ് നടന്നിരിക്കണം. ഇല്ലെങ്കിൽ അത് സംഭവിക്കില്ല. ഓക്കെ, അങ്ങനെ ഈ സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്തതിന് ശേഷം നമ്മളതിനെ പാക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ഇൻക്യുബേഷനാണ് ഒരു 30 റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നത്. ഒരു 6 to 8 hours 6 to 8 hours നമ്മളവിടെ ഇൻക്യുബേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് കിട്ടുന്നതാണ് ദഹി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കൂൾ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതാണ് ദഹീൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റാർട്ടർ കൾച്ചറായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ബാക്ടീരിയാസ് ആണെന്ന് നോക്കിക്കോ. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, മീസോഫിലിക് കണ്ടീഷനാണ്, 35 to 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ലാക്ടോകോക്കസ് ലാക്ടിസ്, അതുപോലെ തന്നെ ലാക്ടോകോക്കസ് ക്രിമോറിസ്, അതുപോലെ തന്നെ ലാക്ടോകോക്കസ് ഡൈഅസറ്റൈലാക്ടിസ്. ഓക്കെ, ഡൈഅസറ്റൈലാക്ടിസ്. ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടർ കൾച്ചറായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. മീസോഫിലിക് ബാക്ടീരിയ ആണ്, മറന്നു പോകരുത്. ലാക്ടോകോക്കസ് ലാക്ടിസ്, ലാക്ടോകോക്കസ് ക്രിമോറിസ്, ലാക്ടോകോക്കസ് ഡൈഅസറ്റൈലാക്ടിസ്. ഒന്നുമില്ലല്ലോ പഠിക്കാൻ. സാധാരണ നമ്മൾ മിൽക്ക് റിസീവ് ചെയ്യുന്നു, അതിനൊന്ന് ഹീറ്റ് ചെയ്യുന്നു. റൂം ടെമ്പറേച്ചർ 35 to 40 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഫിൽറ്റർ ചെയ്യുന്നു. എന്നിട്ട് നമ്മളതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന പറയുമ്പോൾ ഫാറ്റ് 0 to 5%, സോളിഡ് നോട്ട് ഫാറ്റ് 11 to 13%. എന്നിട്ട് വീണ്ടും ഒന്ന് ഹീറ്റ് ചെയ്യുന്നു 60 ഡിഗ്രി സെൽഷ്യസിൽ. എന്നിട്ടാണ് നമ്മൾ ഹോമോജനൈസ് ചെയ്യുക.
ഹോമോജനൈസേഷന് ശേഷം ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 90 ഡിഗ്രി സെൽഷ്യസിൽ ആ ടെമ്പറേച്ചറിൽ ഒരു 10 മിനിറ്റ് വേണം നമ്മളതിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ വേണ്ടാത്ത മൈക്രോ ഓർഗാനിസത്തിനൊക്കെ കില്ല് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ദഹിക്ക് നല്ലൊരു കൺസിസ്റ്റൻസി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നമ്മളതിനെ ജസ്റ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇല്ലെങ്കിൽ നമ്മുടെ മൈക്രോ ഓർഗാനിസം എന്താണ് നശിച്ചു അല്ലെ, ഡീനേച്ചറേഷൻ ഡിസ്ട്രോയ് ആവും. അപ്പോൾ നമ്മൾ ലാക്ടോകോക്കസ് ലാക്ടീസും ക്രിമോറിസും ഡയസ്റ്റേ ലാക്ടീസ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളതിനെ ഇൻക്യുബേറ്റ് ചെയ്യും റൂം ടെമ്പറേച്ചറിൽ ഒരു 35 to 37 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ ഇൻക്യുബേറ്റ് ചെയ്യും. 6 to 8 hours ഇൻക്യുബേറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ദഹി എന്ന് പറയുന്നത് നമുക്ക് പാക്ക് ചെയ്യാം അല്ലെങ്കിൽ കൂൾ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അതാണ് ഏത് നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ ദഹി. ഇതേപോലെ തന്നെയാണ് എന്ത് വരുന്നുള്ളത്? യോഗേർട്ട് വരുന്നുള്ളത്. യോഗേർട്ടിലും വലിയ വ്യത്യാസമൊന്നും ഇവിടെ വരുന്നില്ല. എന്തെന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാം. തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? റിസീവിങ് മിൽക്ക് അല്ലേ. മിൽക്കിനെ നമ്മൾ റിസീവ് ചെയ്തു. എന്നിട്ടൊരു പ്രീ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അല്ലെ, പ്രീ ഹീറ്റിംഗ് ചെയ്തു. ഇത് നമ്മൾ 35 to 40 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മളതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തു. സ്റ്റാൻഡേർഡൈസേഷനും സെയിം ആയിരുന്നു. എന്താണ്? 0 to 5%, 11 to 13%. ഇത് യോഗേർട്ടാണ്, മാറിപ്പോയത്. ഇത് യോഗേർട്ടാണ്. 11 to 13 സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ ഹീറ്റിംഗ് ആണ്. ആ ഹീറ്റിങ്ങും സെയിം തന്നെയാണ്. 60 ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഹോമോജനൈസേഷൻ വരും. ഹോമോജനൈസേഷനും സെയിം തന്നെയാണ്. അടുത്ത ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞില്ലേ 90 ഡിഗ്രി സെൽഷ്യസ്, അതും സെയിം തന്നെയാണ് 10 മിനിറ്റ്സിൽ. അതിനുശേഷം കൂൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ എത്രയായിരുന്നു? 35 to 40 ഡിഗ്രി സെൽഷ്യസ് അല്ലേ ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല. ആ 35 to 37 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. ഇവിടെ 40 to 42 ഡിഗ്രി സെൽഷ്യസ് ആണ് യോഗേർട്ടിൻ്റെ കേസിൽ വരുന്നുള്ളത്. അതിന് ശേഷമാണ് സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ടെമ്പറേച്ചറാണ് ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യോഗേർട്ടിൻ്റെ കേസിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സ്റ്റാർട്ടർ കൾച്ചർ എന്ന് പറയുന്നത് മീസോഫിലിക് അല്ല, പകരം ആരാണ്? തെർമോഫിലിക് ആണ്. അപ്പോൾ അവരുടെ ടെമ്പറേച്ചർ എത്രയാണ്? 40 to 42 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് അവർക്ക് നല്ല വൃത്തിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്യുന്നുള്ളത് ഈ 40 to 40 ഡിഗ്രി സെൽഷ്യസിലാണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇൻക്യുബേഷൻ ടൈം നേരത്തെ 6 to 8 hours പറഞ്ഞാൽ ഇവിടെ 4 to 5 hours മതിയാവും. ഇൻക്യുബേറ്റ് ചെയ്യേണ്ട ടെമ്പറേച്ചറും 42 to 44 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. 42 to 44 ആ ഒരു ടെമ്പറേച്ചറിലാണ് ഇതിനെ ഇൻക്യുബേറ്റ് ചെയ്യേണ്ടത്. റൂം ടെമ്പറേച്ചറിലല്ല, കുറച്ചുകൂടെ ഹൈ ടെമ്പറേച്ചറിലാണ്. കാരണം തെർമോഫിലിക് ബാക്ടീരിയയാണ് നമ്മളിവിടെ സ്റ്റാർട്ടർ കൾച്ചറായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഏത് ബാക്ടീരിയയാണ് നമ്മൾ സ്റ്റാർട്ടർ കൾച്ചറായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്. കണ്ടില്ലേ? തെർമോഫിലിക് ഓർഗാനിസം ആണ്. അതുപോലെ തന്നെ ലാക്ടോബാസിലസ് ബൾഗാരിക്കസ്. ഏതൊക്കെയാണ്? സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും ലാക്ടോബാസിലസ് ബൾഗാരിക്കസും നമ്മൾ 1:1 റേഷ്യോയിലാണ് യോഗേർട്ടിൽ ഇനോക്കുലേറ്റ് ചെയ്യുന്നുള്ളത്, സ്റ്റാർട്ടർ കൾച്ചറായിട്ട് ആഡ് ചെയ്യുന്നുള്ളത്. അതാണ് ഈ യോഗേർട്ടും അതുപോലെ തന്നെ നമ്മുടെ ദഹിയും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ദഹി എന്ന് പറയുന്നത് ഇന്ത്യൻ ഒറിജിനാണ്. യോഗേർട്ട് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള ഒറിജിനാണ്. പിന്നെ നമ്മൾ ഈ ദഹീനകത്ത് യൂസ് ചെയ്യുന്നുള്ള കൾച്ചർ എന്ന് പറഞ്ഞാൽ മീസോഫിലിക് ആണ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞാൽ തെർമോഫിലിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇൻക്യുബേഷൻ്റെ ടെമ്പറേച്ചറും അത് 35 to 37 ആണ്. ഇവിടെ തെർമോഫിലിക് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 42 അല്ലെങ്കിൽ 44, 40 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ഇൻക്യുബേറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമ്മൾ നേരത്തെ ദഹീനകത്ത് എന്താ പറഞ്ഞത്? അതിൻ്റെ ഡൈഅസറ്റൈൽ എന്ന് പറയുന്നുള്ള കോമ്പോണൻ്റ് ആണ് അതിന് ഫ്ലേവർ കൊടുത്തത് അല്ലെ. സിട്രേറ്റിൽ നിന്ന് വരുന്നുള്ള ഡൈഅസറ്റൈലാണ് അതിന് ഫ്ലേവർ കൊടുത്തത്. പക്ഷേ ഇവിടെ അസറ്റാൽഡിഹൈഡ് ആണ് എന്ത് കൊടുക്കുന്നുള്ളത്? ഫ്ലേവർ കൊടുക്കുന്നുള്ളത്. ത്രിയോണിൻ എന്ന് പറയുന്നുള്ള സബ്സ്ട്രേറ്റിൽ നിന്നാണ് ഈ അസറ്റാൽഡിഹൈഡ് ഫോം ചെയ്യുന്നുള്ളത്. ത്രിയോണിൽ നിന്ന് വരുന്നുള്ള അസറ്റാൽഡിഹൈഡ് ആണ് യോഗേർട്ടിന് ഫ്ലേവർ കൊടുക്കുന്നുള്ളത്. ദഹീൻ്റെ കേസിൽ ആരായിരുന്നു? നമ്മളെന്താ പറഞ്ഞത്? ദഹീൻ്റെ കേസിൽ സിട്രേറ്റിൽ നിന്ന് വരുന്നുള്ള ഡൈഅസറ്റൈലാണ് ഫ്ലേവർ കൊടുക്കുന്നുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. ഇനി ദഹി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് സ്വീറ്റ് ദഹി എന്ന് പറയുമ്പോൾ എന്താണ്? അധികം പുളിപ്പൊന്നുമില്ലാത്ത ദഹി. നമുക്കറിയാം പുളിപ്പ് എപ്പോഴാണ് വരിക? അധികം ലാക്റ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് അവിടെ പുളി ഉണ്ടാവുക. ഇവിടെ നമുക്ക് സ്വീറ്റ് ദഹി എന്ന് പറയുമ്പോൾ അധികം ലാക്റ്റിക് ആസിഡ് ഉണ്ടാവില്ല. അപ്പോൾ ലാക്റ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കുറവായിരിക്കും. അപ്പോൾ എന്ത് പറയാം? ലാക്റ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഒരു 0.7%-നേക്കാളും കുറവാണെങ്കിൽ അത് സ്വീറ്റ് ദഹി ആയിരിക്കും. പിന്നെ സോർ ദഹി ആണെങ്കിലോ അപ്പോൾ 0.7 തൊട്ട് ഒരു 1% ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് സോർ ദഹി ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്വീറ്റ് ദഹിയും സോർ ദഹിയും. ഇനി ഒന്നുകൂടെ ഉണ്ട്, അസിഡോഫിലസ് മിൽക്ക് എന്ന് പറയും.
എന്താണ് അസിഡോഫിലസ് മിൽക്ക് എന്ന് പറയും. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ദഹി ഉണ്ടാക്കിയിരിക്കുന്നത് ലാക്ടോബാസിലസ് അസിഡോഫിലസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിൻ്റെ സ്റ്റാർട്ടർ കൾച്ചർ യൂസ് ചെയ്തിട്ടാണ്. എന്താണ് ലാക്ടോബാസിലസ് അസിഡോഫിലസ്, അത് യൂസ് ചെയ്തിട്ടാണ് അസിഡോഫിലസ് മിൽക്ക് ഉണ്ടാവുക. അപ്പോൾ സ്വീറ്റ് ദഹി, സോർ ദഹി, അതുപോലെ തന്നെ നമ്മുടെ ഈ അസിഡോഫിലസ് ദഹി, ഇത്രയാണ് മെയിനായിട്ട് വരുന്നില്ല 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദഹി എന്ന് പറയുന്നത്. സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചാൽ മതി, എന്താണ് പുളിപ്പ് അധികം ഉണ്ടാവില്ല. എപ്പോഴാണ് അത് ഉണ്ടാവാതിരിക്കുക? ലാക്റ്റിക് ആസിഡ് കുറയുമ്പോൾ. അപ്പോൾ 0.7 കുറവായിരിക്കും. സോർ എന്ന് പറയാൻ 0.7 1% ഇല്ലാകുമ്പോഴാണ് സോർ വരിക. ഇനി കുറച്ച് സ്റ്റാൻഡേർഡ്സ് കൂടി നമുക്കിവിടെ നോക്കാനുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹിയിലും യോഗട്ടിലും രണ്ടിലും ഒരുപോലെ വരിക കേട്ടോ. അതിനകത്ത് മിൽക്ക് ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ് 3% കുറയാനും പാടില്ല, 15% കൂടാനും പാടില്ല. അങ്ങനെയാണ് മിൽക്ക് ഫാറ്റ് വരുന്നുള്ളത്. മിൽക്ക് സോളിഡ്സ് ആണെങ്കിൽ 8.5 ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ മിൽക്ക് പ്രോട്ടീൻ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ടൈട്രേറ്റബിൾ അസിഡിറ്റി, ഇത് സോളിഡ് നോട്ട് ഫാറ്റാണ്. ഫാറ്റ് 3 to 15 ഇടയിലായിരിക്കണം. സോളിഡ് നോട്ട് ഫാറ്റ് 8.5 ആയിരിക്കണം. ഓക്കെ, മിനിമം 8.5 ആയിരിക്കണം എന്നാണ് കേട്ടോ മിനിമം. പ്രോട്ടീനും അതുപോലെ തന്നെ മിനിമം 2.9 ആയിരിക്കണം. ടൈട്രേറ്റബിൾ അസിഡിറ്റി മിനിമം 0.6 ആയിരിക്കണം. 0.6 ആയിരിക്കണം ടൈട്രേറ്റബിൾ അസിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്, മിൽക്കിൻ്റെ, നമ്മുടെ യോഗട്ടിൻ്റെയും അതുപോലെ തന്നെ ദഹീൻ്റെയും കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ദഹീൻ്റെ കേസിൽ ചില ഡിഫക്ട്സ് വരും. അതായത് ചിലപ്പോൾ നമുക്ക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് റാൻസിഡ് ആയിട്ടുള്ള ഫ്ലേവർ വരും, ചില സമയത്ത് റോപ്പിനെസ് വരും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമുക്കിവിടെ ഡിഫക്ട്സ് വരാറുണ്ട്. അത് നമ്മൾ ഈ ചെയ്യുന്ന ഏതെങ്കിലും പ്രോസസ്സിൽ എന്തെങ്കിലുമുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസഫീഷ്യൻറ്റ് ഫ്ലേവർ, നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലേവർ ഇല്ല. അതിന് കാരണം എന്തായിരിക്കും? നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് സിട്രേറ്റ് അവിടെ എന്തായിട്ട് മാറുന്നു? ഡൈഅസറ്റൈലായിട്ട് മാറുന്നു. ആ ഡൈഅസറ്റൈലാണ് ഇതിനെന്ത് കൊടുക്കുന്നുള്ളത്? ഫ്ലേവർ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ലോ സിട്രേറ്റ് കണ്ടൻറ്റ് ആയാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന ഇൻസഫിഷ്യൻറ്റ് ഫ്ലേവർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ഫ്ലേവർ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 0.02 to 0.05% സോഡിയം സിട്രേറ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എപ്പോഴാണ്? സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്യുന്നില്ലേ നമ്മൾ, അതിന് മുന്നേ ആയിട്ട് ഈ 0.02 to 0.05% സോഡിയം സിട്രേറ്റ് കേട്ടോ. സോഡിയം സിട്രേറ്റ് നമ്മൾ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് കറക്റ്റ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫ്ലേവർ നമുക്കവിടെ കിട്ടും. ഇനിയാണ് ഓക്സിഡൈസ്ഡ് ഫ്ലേവർ. എന്താണ് ഓക്സിഡൈസ്ഡ് ഫ്ലേവർ? ഓക്സിഡൈസ്ഡ് ഫ്ലേവർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോപ്പറിൻ്റെ യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ടാവില്ലേ, കോപ്പറിൻ്റെ പാത്രങ്ങൾ, അതിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്താൽ അവിടെ നിന്ന് കോപ്പർ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഈ കോപ്പർ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഓക്സിഡൈസ്ഡ് ഫ്ലേവർ അവിടെ കിട്ടും. പിന്നെ നമ്മൾ ഈ സൺലൈറ്റിൽ വരാണ്ട് സൂക്ഷിക്കണം എന്ന് പറയാറില്ലേ, ഇത് നമ്മൾ പാക്കറ്റിലൊക്കെ പറയാറില്ലേ, കീപ്പ് അവേ ഫ്രം സൺലൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഓക്സിഡൈസ്ഡ് ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആ പ്രൊഡക്റ്റിനെ എപ്പോഴും ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാണ്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ചീസി ഫ്ലേവർ അല്ലെങ്കിൽ ഒരു ഈസ്റ്റിൻ്റെ ഫ്ലേവർ, ചീസി ഫ്ലേവർ എന്ന് പറയും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേഷനാണ്. ഈസ്റ്റിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റെറിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ സാനിറ്റേഷൻ ചെക്ക് ചെയ്യുക. ഇതാണ് ചീസി ഫ്ലേവറിന് പറയാനുള്ളത്. അടുത്തയാണ് റാൻസിഡ് ഫ്ലേവർ. റാൻസിഡ് ഫ്ലേവർ എപ്പോഴാണ് വരിക? ലിപ്പോലൈസിസ് ആക്ടിവിറ്റി കൊണ്ടാണ്, ലിപ്പോലിറ്റിക് ആക്ടിവിറ്റി കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന റാൻസിഡ് ഫ്ലേവർ വരാറുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അതായത് ചില സമയത്ത് നമ്മൾ സ്റ്റെറിലൈസ്ഡ് മിൽക്കിനെ നമ്മൾ റോ മിൽക്കുമായിട്ട് മിക്സ് ചെയ്യും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന ലിപ്പോലിറ്റിക് ഓർഗാനിസംസ് ഉണ്ടാവും, അവർ റാൻസിഡ് ഫ്ലേവർ അവിടെ കൊണ്ടുവരും. പിന്നൊന്നാണ് ഹൈ ആസിഡ്. എന്താണ് ഹൈ ആസിഡ്? ഈ ഹൈ ആസിഡ് എപ്പോഴാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യത്തിനുള്ള കൾച്ചർ മാത്രം ഒരു 1% to 1.5% മാത്രമേ നമ്മൾ കൾച്ചർ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവരുടെ ആക്ടിവിറ്റി കൂടും, അപ്പോൾ അസിഡിറ്റി, ലാക്റ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടും, ഹൈ ആസിഡ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇൻക്യുബേഷൻ ടൈം നമ്മൾ 6 to 8 hours അല്ലേ പറഞ്ഞത്. ഇതിൽ കൂടുതൽ നമ്മൾ 1-2 ദിവസം നമ്മളെ തൈര് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ പുളിപ്പ് കൂടിക്കൂടി വരും അല്ലേ, അതായത് അസിഡിറ്റി കൂടിക്കൂടി വരും. അതും ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ നല്ല മിൽക്ക് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ഹൈ ആസിഡ് കണ്ടൻറ്റിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇൻസഫിഷ്യൻറ്റ് ഫ്ലേവർ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. സിട്രേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനകത്ത് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ 0.02 to 0.5 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഓക്സിഡൈസ്ഡ് ഫ്ലേവർ, അത് കോപ്പറിൻ്റെ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ എക്സ്പോഷർ ഉള്ളതുകൊണ്ടായിരിക്കും. അത് നമ്മൾ ഒഴിവാക്കുക.
പിന്നെ ഈസ്റ്റ് അല്ലെങ്കിൽ ചീസി ഫ്ലേവർ, അതെന്തുകൊണ്ടാണ്? കണ്ടാമിനേഷൻ കൊണ്ടാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റെറിലൈസ് ചെയ്യുക എല്ലാ എക്യുപ്മെൻറ്റ്സും. പിന്നെ റാൻസഡ് ഫ്ലേവർ ലിപ്പോലിറ്റിക് ആക്ടിവിറ്റി, അത് നമ്മൾ പാസ്ചറൈസ്ഡ് മിൽക്കിനും മറ്റേ മിൽക്കിനും മിക്സ് ചെയ്യാൻ പാടില്ല. പിന്നെ ഹൈ ആസിഡ്, എന്താണ്? ഇൻക്യുബേഷൻ ടൈം കൂടുന്നതുകൊണ്ടും ആ കാരണങ്ങൾ കൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ വീക്ക് ബോഡി, അതായത് നല്ലൊരു തൈരിൻ്റെ ഒരു നല്ലൊരു ഇതുണ്ടാവില്ലേ, അങ്ങനെ ആയിരിക്കില്ല, അത് വീക്ക് ബോഡി ആയിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 90°C ആ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇല്ലേ, അത് ഇൻസഫിഷ്യൻ്റ്, അതായത് അത്രത്തോളം ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന വീക്ക് ബോഡി വരിക. നല്ലൊരു തിക്കായിട്ടുള്ള നമുക്ക് തൈര് കിട്ടണമെങ്കിൽ നല്ല ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുക്കണം. പിന്നെ ഗ്രെയിനി സ്ട്രക്ചർ, എന്താണ്? ഗ്രെയിനി സ്ട്രക്ചർ. ഗ്രെയിനി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, എന്താണ്? പാല് പിരിഞ്ഞു പോയി എന്ന് പറയാറില്ല, അതായത് പാലിന് ഇങ്ങനെ ഒരു ഗ്രെയിനി പോലെ കുറച്ച് ഗ്രെയിൻസ് പോലെ കാണാറില്ലേ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ അസിഡിറ്റി എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് ഹൈ അസിഡിറ്റി ആവുന്ന? ഇൻക്യുബേഷൻ ടൈം കൂടുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, സ്റ്റാർട്ടർ കൾച്ചർ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടാണ് ഗ്രെയിനി സ്ട്രക്ചർ വരുന്നുള്ളത്. പിന്നെ ഒന്നാണ് സിനറസിസ് എന്ന് പറയും. ഈ ടേംസ് ഒക്കെ ഓർത്ത് വെക്കണേ, സിനറസിസ്. ഓക്കെ, ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈരിൽ നിന്ന് വാട്ടർ സെപ്പറേറ്റ് ചെയ്ത് വരിക, ആ കണ്ടീഷനെയാണ് നമ്മൾ സിനറസിസ് എന്ന് പറയുന്നത്. ഇതും എന്തുകൊണ്ടാണ്? ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. ആ നെറ്റ്വർക്കിനകത്ത് വാട്ടർ ട്രാപ്പ് ചെയ്തിരിക്കും, ഒരു ജെൽ ഫോർമേഷൻ അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വാട്ടർ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരും. അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ കറക്റ്റായിട്ടില്ലെങ്കിലും ഇതുപോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെയാണ് റോപ്പിനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ മിൽക്ക് മൈക്രോബയോളജി വീഡിയോ കണ്ടിരുന്നില്ലേ, അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ റോപ്പിനെസ് എന്ന് പറയുന്നുള്ളൊരു കണ്ടീഷൻ. അതെപ്പോഴും ഉണ്ടാവുക? സൈക്രോട്രോഫിക് മൈക്രോ ഓർഗാനിസംസ് ഉള്ള കണ്ടാമിനേഷൻ കാരണമാണ് റോപ്പിനെസ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും ആ മിൽക്കിനെ പ്രോപ്പറായിട്ട് കണ്ടാമിനേറ്റ് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് ദഹിയിൽ വരുന്നുള്ള ഡിഫക്ട്സ്. യോഗട്ടിലായാലും ദഹിയിലായാലും വരുന്നുള്ള ഡിഫക്ട്സ് ആണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ടോപ്പിക്സ് കൂടി കവർ ചെയ്യാം കേട്ടോ. സോ താങ്ക് യു.